ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. തണ്ണിമത്തൻ വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു ചൂടിൻ്റെയും നോമ്പിൻ്റെയും ഈ സമയത്ത് നമുക്ക് നല്ല വിശപ്പും ദാഹവും ഒക്കെ മാറാനായിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. അതുപോലെ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തണ്ണിമത്തൻ കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു തണ്ണിമത്തങ്ങ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് ആ ഒരു തണ്ണിമത്തൻ്റെ വെള്ളം തന്നെയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുതിർത്തി എടുത്തിട്ടുള്ള കസ്കസാണ്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് എത്രയാണോ അത്രയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിനി ഐസ് ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ലൂസായിട്ട് വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഓരോരുത്തർക്കും എത്രയാണോ തണുപ്പ് ആവശ്യം അതിനനുസരിച്ചുള്ള ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് പാലൊഴിച്ചെടുത്തതിന് ശേഷം ഇതിലേക്കൊരു 80 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് കോൺഫ്ലവർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ 2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ചെറിയ സ്പൂൺ അളവിൽ 1 സ്പൂൺ വാനില എസൻസും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതുവരെ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല. ഇപ്പോൾ തന്നെ ഓണാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നീട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഒരുപാടങ്ങ് നന്നായി കുറുകി പോകരുത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. ഓഫാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കരുത്. ഒന്ന് കുറച്ച് നേരത്തേക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് കട്ടിയായി പോകും. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തണ്ണിമത്തനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിച്ച് കിട്ടും. ഇപ്പോൾ ഞാൻ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഇഷ്ടം ഏതാണോ അതിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള തണ്ണിമത്തൻ കൊണ്ടുള്ള ഒരു ഡ്രിങ്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.